പത്തിരിയും ബീഫും അടിപൊളി. അതെ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് കിട്ടിയതാ നിങ്ങൾക്ക്. ആ ഓമ്പടെ കൊണ്ട് തന്നിട്ടൊന്നല്ല, ഞാൻ അങ്ങാടി പോയി പേടിച്ചാ രാവിലെ പോത്ത്. ഏത് നന്നായി. എത്ര പറഞ്ഞു? 40 പറഞ്ഞു. 50 ഉണ്ട്. 10 കുട്ടികൾ വെച്ചോളിട്ടോ. അവിടെ അവിടെ കിട്ടോ നിങ്ങൾ പോകാൻ പറ്റേ? അവിടെ നിങ്ങൾ പോകാൻ പറ്റേ? എപ്പ വരാം. ഇത് പിടിക്കേ, ഇത് പിടിക്കേ. ഇതെന്താ ഈ മാറി കാണിക്കുന്നത്? ഇതെന്തത്? അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. അല്ല, ഇതിപ്പോ ഇവര് കൊണ്ടുവന്ന സാധനം തന്നെയല്ലേ ഇത്? ഇത് നീല. എവിടെ കണ്ടാക്കി പോയത്? ഇതാ വരുന്നേ, ഒറ്റ മിനിറ്റ് പോരാലോ. അതിപ്പോ ഒരു കൊണ്ടുവന്നാണ്. ഇത് പിടിക്കേ, നിങ്ങൾ പിടിക്കേ. ഇത് നിങ്ങൾ പിടിക്കേ. അല്ല എന്തേ? അത് പിടിച്ചോളെ, എനിക്ക് ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടാ. അല്ല കോയ, ഇത് നിനക്ക് തന്നല്ലേ നിന്റെ കുട്ടിക്ക് കൊടുത്ത ഞങ്ങള്. ആർക്കും ഓർത്താലും ഇക്ക് വേണ്ടാത്ത എന്റെ കുട്ടിക്കും വേണ്ട, മനസ്സിലായില്ലേ? എന്താണ് സ്നേഹത്തോടെ ആൾക്കാർ ഒരു സമ്മാനം കൊണ്ടു തരുമ്പോ വേണ്ടാന്നറിയണ ഈ എന്തെങ്കിലും പറഞ്ഞേ? സ്നേഹത്തോടെ ഈ മഞ്ഞ കളറുള്ള കിടക്ക മാത്രമല്ലോ ഈ ലോകത്ത് തരാന്, അല്ലേ? അതാണ് ഇപ്പൊ എന്റെ കുഴപ്പം. കുട്ടി മഞ്ഞ കളറുള്ള കിടക്കാ കിടന്നാല് മഞ്ഞ കിടക്കല് കിടന്നുണ്ടെച്ചെങ്കിൽ കുട്ടി തൂറി അറിയാൻ പറ്റൂല. എന്തൊക്കെ ന്യായങ്ങളാണ്. അല്ലാണ്ട് പിന്നെ എന്തെന്നാ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? അതെ സൂറ, അന്റെ ഈ ജാതി കളിയൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ കിടക്ക ഉണ്ടെന്ന് ഓർത്തതിന്റെ കാര്യം എന്താന്നൊക്കെ മനസ്സിലായി. ഈ മഞ്ഞ കുപ്പായ ഇട്ടിട്ട് ഇന്റെ മഞ്ഞ കിടക്കും കൊണ്ടുവന്ന് നിന്റെ കുട്ടിക്ക് കോർത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ കിട്ടേക്ക, അതിന്റെ കളിയാക്കാനല്ലേ? അല്ല, അതൊരു സന്തോഷത്തിന് ചെയ്ത ഒരു സന്തോഷം അതിലില്ല. കിടക്ക എന്റെ കുട്ടിക്ക് ഇതാ നല്ല ഒന്നാന്തര നീല കളറ് കിടക്ക. കുട്ടി അപ്പിട്ടോ അതിന്റെ അകത്ത് അറിയല്ലോ അല്ലെ? അർജന്റീനയുടെ കളറാണ്. അത് നിങ്ങൾക്ക് ഒരു തേങ്ങ ഭ്രാന്താണ്, ഭ്രാന്ത്. ആ ഭ്രാന്തന്നെക്ക് അത് നിങ്ങൾ തർക്കിക്കണമെന്നില്ല. നമ്മളിപ്പോ കളറൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് സാധനം കൊടുന്നു. ഇനി ഇവിടെ എന്തുണ്ട്? ഇത് ഇവിടെ നോട്ടെ. ഇത് ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ ഇതന്നെ ഇവിടെ ഇരിക്കുള്ളൂ. ഒജ്ജും ഇരിക്കൂല, കുട്ടി ഇരിക്കൂല, ഞാനും ഇരിക്കൂല. ഇവിടെ എന്താക്കുന്നാണോ ഇത് ഇടപെടരുത്. നിങ്ങൾക്ക് ഇതിന്റെ അജണ്ട അറിയൂല. അത് ബ്രസീൽ ടീമിന്റെ കളിയാണ്. നിങ്ങൾക്ക് അറിയില്ല. അതെ, നിങ്ങൾ തർക്കിക്കണ്ട, ഞങ്ങൾ വേണമെന്ന് കൊണ്ടേക്കോളാം. എന്നാലും ഞങ്ങളെടുത്ത ഫോട്ടോ നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ? ഞങ്ങൾക്ക് അത് മതി. ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു, നോക്കിക്കോളി. എന്താണ്? ഞങ്ങൾക്ക് ഇത് മതി. ഇതിപ്പോ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, അത് മതിയെന്ന്. അതെ, അന്റെ ഓല ക്യാമറ കളിയൊന്നും എന്റെ അടുത്ത് നടക്കൂല കേട്ടോ. എന്റെ കുട്ടിക്ക് കിടക്കാനുള്ള അർജന്റീനയുടെ ബെഡ്, ആ കളറുള്ള ബെഡ് ഞാൻ കൊണ്ടുവന്നു. ചേർന്ന് അന്റെ മഞ്ഞ കിടക്ക. ആദ്യമായിട്ട് ആ കുട്ടിക്ക് ഒരു സമ്മാനം മേടിച്ച ആൾക്കാർ ഇങ്ങനെയുണ്ടോ അവരോട് പെരുമാറല്? എനിക്ക് നാണാവൂല. തീ വക കള്ള പന്നികളുടെ സാധനങ്ങൾ മേടിച്ചേക്കാൻ. അല്ല, നിങ്ങൾ ഇത്ര ദിവസം എവിടെ ഇരുന്നു? ആ കുട്ടീനെ ഇന്നെ എവിടെ കൊണ്ടാക്കിട്ട് പോയതല്ലേ അല്ലേ? കുട്ടിക്ക് എന്തായിരുന്നു ആശുപത്രിയിൽ വെച്ചിട്ട്? അത് എനിക്ക് ഓർമ്മയില്ലേ? അതിന് മഞ്ഞപ്പിത്തായിരുന്നു. അതുകൊണ്ടാ ഈ കാണാൻ വരാഞ്ഞേ. അല്ല, മഞ്ഞപ്പിത്തല്ലാതെ നീലപ്പിത്തുണ്ടോ? പിന്നെ ഉണ്ടോ? വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ല. 100 കാര്യങ്ങളായിട്ട് നടക്കാണ് ഞാൻ. ഓളും കുട്ടി ഈ പെരയിൽ വന്നിട്ട് ഇത്ര ദിവസമായി. ഈ പെരയിലേക്ക് ഇത്തിരി പരിപ്പ് കൊണ്ടുവരാൻ എനിക്ക് തോന്നിണ്ടാ? എന്തിനെന്റെ കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാക്കാനോ? ഒന്നാമത്തെ കാര്യം മഞ്ഞ കളറാണ് ഈ പരിപ്പ്. പരിപ്പും മത്തങ്ങൊന്നും ഞാൻ എടുക്കൂല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മറിമായം